പുലി കിടക്കുന്നത് അതുപോലെ ഇവിടെ താമസിക്കുന്ന ഒരു പ്രദേശവാസിയുടെ കിണറ്റിലാണ് കിടക്കുന്നത്. രാത്രിയിൽ ആണ് വീണത്. രാവിലെ ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു. 2 ദിവസം ഇവിടുന്ന് പട്ടിയെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവര് കണ്ടിരുന്നു മിനിയാന്ന്. പുലിയെ കണ്ടിരുന്നു. ഇവര് റോഡിൽ വെച്ചിട്ട് വന്ന സമയത്ത് പുലിയെ കണ്ടായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഇതുപോലെ ഞങ്ങൾ വെളുപ്പിനെ വെട്ടാൻ പോകുമ്പം റോഡിലുണ്ടായിരുന്നു, ആ കോൺക്രീറ്റ് റോഡിന്റെ ഞങ്ങളെ കണ്ടതാ പുലിയെ. ഞങ്ങളങ്ങ് പോവുകയും ചെയ്ത്. ഇന്നിപ്പം വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ കിണറ്റി പുലി കിടക്കുന്നതായിട്ട് ഞങ്ങൾ അറിയുന്നത്. പിന്നെ ആന സെറ്റ് ചെയ്തതുകൊണ്ട് ഞങ്ങൾ രാത്രി പകല് ഞങ്ങൾ പോവുകയും കഴിഞ്ഞ് ആനയെ പോയി പതിന്ന് നോക്കിയാണ് പോയി വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ആന ഉണ്ടായിരുന്നു. ഒരു 7 ആനകളും ഇവിടെ ഉണ്ട്. പുലിയെ ഞങ്ങൾ ഇപ്പം ഇതിൽ കാണുന്നത് 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ കാണുന്നത്. ഇത് 3ാമത്തെ വട്ടം അടുത്ത് കാണുന്നത്. പുലി മിക്കവാറും ഇങ്ങനെ പലരും കണ്ടതായിട്ടുണ്ട്. പട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. വീട്ടിൽ വളർത്തുന്ന ഇപ്പം കഴിഞ്ഞിടയ്ക്ക് കെട്ടിയിട്ടിരുന്ന പട്ടിയെ കൂടുതൽ പിടിച്ചു പോയത്. അങ്ങനെ ഇപ്പം ഇതിനെയൊക്കെ ഭയന്നപ്പോൾ നമ്മൾ പോവുകയും ചെയ്യുന്നത്. കിഴക്കൻ മലയോര മേഖലയിൽ വന്യജീവികളുടെ ആക്രമണവും സ്വൈര്യവികാരവും ജനങ്ങൾക്കേറെ ഭീഷണിയുള്ള കാര്യം പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ജനങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലും ഭാഗത്ത് വലിയ 2 ആന നിൽപ്പുണ്ടായിരുന്നു. ഇപ്പം ചങ്ങപ്പറ ഈ 2-3 ദിവസമായിട്ട് ഈ പരിസരത്തൊക്കെ ഇരയെ തേടി നടന്ന പുലി ഇന്ന് ഇവിടെ സിബിയുടെ കിണറ്റിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ അകപ്പെട്ടിരിക്കുന്ന പുലിയെ സംബന്ധിച്ച് നമ്മൾ ഇവരെ പരിസരവാസികളൊക്കെ കുറച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഇച്ചിരി കൂടെ വലുപ്പമുള്ള ഒരു ജീവിയാണ്. അപ്പോൾ ഈ വന്യജീവികളും ഈ സാധാരണപ്പെട്ട ഇടയിൽ താമസിക്കുന്ന വീടുകൾ, കുട്ടികൾ സ്കൂളിൽ പോകണം, തോട്ടം തൊഴിലാളികൾ തോട്ടത്തിൽ പണിക്ക് പോകണം, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വാർഡിന്റെ കേന്ദ്ര പോകണം, നടന്നാണ് പോകുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം ആശങ്ക ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ആ ആശങ്കയ്ക്ക് അറുതി വരുത്തുന്ന തരത്തിലേക്ക് സർക്കാർ പദ്ധതികൾ മാറേണ്ടിയിരിക്കുന്നു. സർക്കാർ ഇപ്പം തന്നെ തീവ്രയജ്ഞ പരിപാടി തീരുമാനിച്ചു. ഈ തീവ്രയജ്ഞ പരിപാടി തന്നെ അപേക്ഷ കൊടുത്തപ്പോൾ ഒരു സൈഡിൽ KFDCയുടെ തോട്ടമാണ്. ഈ തോട്ടത്തിനകത്താണ് മെയിനായിട്ട് ഈ വന്യമൃഗങ്ങൾ ഇപ്പോൾ തമ്പടിക്കുന്നത്. കാരണം അവരുടെ വെട്ടി തീർക്കാത്ത മുള ഒരു ടെൻഡറിടുകയോ നടപടിയോ തീരിക്കാതെ മുള അവിടെ 110 ഹെക്ടറോളം പുറത്ത് മുള കിടക്കുക. അതിനകത്താണ് ഈ പറയുന്ന 6 ആന തമ്പടിച്ചിരിക്കുന്നത്. ഒപ്പം ഈ പുലിയും അവിടാണ്. കാരണം ഇതിനപ്പുറം ജനവാസ കേന്ദ്രമാണ്, പാമ്പരത്തറ അല്ലെങ്കിൽ ഈ ചെറുകിട വാർഡാണ്. അപ്പോൾ അവിടെ താമസം ഉണ്ടായതുകൊണ്ട് ഈ വന്യമൃഗങ്ങളെല്ലാം KFDCയുടെ മുളം തോട്ടത്തിലും കശുമാൻ തോട്ടം തമ്പടിച്ചിരിക്കും. അപ്പോൾ അവിടെ തമ്പടിച്ചിരിക്കുന്ന കാരണം ഞങ്ങളെല്ലാം നിരവധി തവണ, ഞാൻ ഇവിടുത്തെ മുൻ വാർഡ് മെമ്പറാണ്, നിരവധി തവണ അവർ കത്തും കൊടുത്തു, സർക്കാർ കത്തും കൊടുത്തു. അപ്പം ഈ KFDC ഇതിനകത്ത് ഇടപെടാത്ത സാഹചര്യമാണുള്ളത്. അപ്പോൾ അടിയന്തരമായി അവരെ ഒരു പരിഹാര മാർഗ്ഗം എന്ന നിലയിൽ അവരെ ഈ 110 ഹെക്ടർ മുളം തോട്ടം ലേലം ചെയ്ത് ക്ലിയർ ഫില്ല് ചെയ്ത് മറ്റ് മുറിക്കുന്ന തരത്തിലേക്കുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ കുറെ ഈ തമ്പടിച്ചിരിക്കുന്ന അവസ്ഥ മാറ്റാൻ കഴിയും. അപ്പൊ ഇവിടെ ആശങ്ക എന്ന് വെച്ചാൽ ഈ ആരും ഈ ഓവറായി പ്രതികരിക്കാത്ത കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായി ഭയന്നിരിക്കുക എല്ലാവരും. ഇപ്പൊ ഈ വീടുകളെല്ലാം കൊച്ചു പിള്ളേരൊക്കെ ഉള്ളു, എല്ലാവരും ഭയന്നിരിക്കുക. എനിക്ക് പോലും ഭയങ്കര ഞെട്ടലോടുകൂടിയാണ് രാവിലെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ വന്നത്. എന്തോ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ പ്രതികരിക്കാൻ പറ്റും? വല്ലാത്ത പ്രതിഷേധം ജനങ്ങളുടെ എല്ലാം ഇടയിലുണ്ട്. ഇപ്പൊ കൃത്യമായ ഒരു സംരക്ഷണം. ഇപ്പൊ ഇവിടെ തന്നെ ഒരു ഫെൻസിങ് 8-9 വർഷമായി ഇട്ടിട്ട്, ആ ഫെൻസിങ് ഇത് ചാർജ് ആയിരുന്നെങ്കിൽ ഈ സാധനം ഇപ്പുറത്ത് വരത്തില്ല. ആ ഫെൻസിങ് കൈ